എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അംബികാനന്ദൻ, തൃശ്ശൂർ. ഇന്നത്തെ എൻ്റെ വീഡിയോയിലെ വിഷയം ഓരോ നക്ഷത്രങ്ങളുണ്ടല്ലോ, നമുക്ക് 27 നക്ഷത്രങ്ങൾ. അപ്പോൾ ഈ 27 നക്ഷത്രങ്ങളെക്കുറിച്ചും അതിൻ്റേതായ അവരെ അവരുടെ നാളിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, അതായത് പക്ഷി, മൃഗം, ഗണം, ദേവൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ ആണ് ഞാൻ വീഡിയോയിൽ കൂടെ പറയുന്നത്. അപ്പോൾ ഇന്ന് ഓരോ എപ്പിസോഡിലും ഓരോ നാളിനെ കുറിച്ചിട്ടാണ് പറയുക. ഇന്ന് ഞാൻ പറയുന്നത് അശ്വതി, അതായത് നക്ഷത്രങ്ങളിലെ ആദ്യ നക്ഷത്രമായ അശ്വതിയെക്കുറിച്ചാണ്. അശ്വതി നക്ഷത്രത്തിൽ പിറന്നവർ അവരറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങൾ. അതേപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്ത് അശ്വതി നാളിലുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കുവാനുള്ള കാര്യങ്ങൾ ആണ് ഈ പറയുന്നത്. അത് മനസ്സിലാക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന മക്കൾ ആ ബെല്ല് ബട്ടനും ചുവന്ന ബട്ടനും അമർത്തിക്കൊണ്ട് എൻ്റെ വീഡിയോകൾ കാണുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. രാമൻ സീതയെ തേടി നടന്നേ, താമരച്ചേലുള്ള ജാനകി വഴി പോകുന്നതാരാനും കണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് നക്ഷത്രങ്ങളെക്കുറിച്ചും ആ നക്ഷത്രത്തിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഉടനെ തന്നെ നിങ്ങളൊരു കടലാസ് എടുക്കുക, ഒരു പേന എടുക്കുക. അതിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ എഴുതി വെച്ച് പഠിച്ച് മനപാഠമാക്കി പ്രവർത്തിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ജാതക ദോഷങ്ങളും മറ്റുള്ള കാര്യങ്ങളും നീക്കം ചെയ്യാൻ ഇതെല്ലാം ഉപകാരപ്പെടും. നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ പറയുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇന്ന് ഞാൻ പറയുന്നത് അശ്വതി നക്ഷത്രത്തിനെ കുറിച്ചാണ്. നിങ്ങളെ നാൾ അതാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. അതല്ല നിങ്ങളുടെ വീട്ടിലാരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ, അശ്വതി നാളിൽ ജനിച്ചവരുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കാൻ നിങ്ങൾ ഈ വീഡിയോ കാണുക, മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾക്ക് നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ 27 നാളുകളാണ്. മനസ്സിലാണ്ട? മൊത്തം 27 നാളുകളാണ് ഉള്ളത്. അതേപോലെ തന്നെ രാശി എന്ന് പറഞ്ഞാൽ 12 ആണ് രാശി. അതേപോലെ തന്നെ ഗണങ്ങൾ എന്ന് പറഞ്ഞാൽ 3 അതായത് അസുരഗണം, ദേവഗണം, മനുഷ്യഗണം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കുക. ഏതെങ്കിലും ഒരു ഗണത്തിലായിരിക്കും, ഈ 3 ഗണത്തിൽ ഏതെങ്കിലും ഒരു ഗണത്തിലാവും നമ്മൾ ജനിച്ചിട്ടുണ്ടാകുക. പണ്ട് കാലത്ത്, ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ ചെറുപ്പക്കാല, അന്നൊക്കെ നാമം ജപിച്ച് കഴിയുമ്പോൾ, സ്കൂളൊക്കെ പഠിക്കുമ്പോൾ നാമം ജപിച്ച് കഴിയുമ്പോൾ, വീട്ടിൽ ഇരുന്ന് നാമം ജപിച്ച് കഴിയുമ്പോൾ മുത്തശ്ശനൊക്കെ പറഞ്ഞു തരുന്ന ഒരു കാര്യമുണ്ട്. അതായത് എത്ര ആഴ്ച ഉണ്ടെങ്കിൽ അതിങ്ങനെ ചൊല്ലും, എത്ര മാസം ഉണ്ടെങ്കിൽ അതിങ്ങനെ മലയാളത്തിൽ ചൊല്ലും. അതേപോലെ തന്നെ എത്ര നക്ഷത്രം ഉണ്ടെങ്കിൽ അതിങ്ങനെ ചൊല്ലും. അശ്വതി, ഭരണി, കാർത്തിക ഇങ്ങനെ ചൊല്ലിട്ട് അവസാനം നക്ഷത്രം 27 ഇങ്ങനെ പറയും. ആഴ്ചകൾ ചൊല്ലിയിട്ട് അവസാനം ആഴ്ചകൾ ഇത്ര, മാസങ്ങൾ ഇത്ര എന്നൊക്കെ പഠിച്ചിരുന്നു അന്ന്. ഇന്ന് അതൊന്നും ഇന്നത്തെ കുട്ടികൾക്ക് അതൊന്നുമില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ഞാൻ പറയുന്നത് അശ്വതി നക്ഷത്രത്തിൽ ഉള്ളവരുടെ കാര്യങ്ങളാണ്. അപ്പോൾ അവരുടെ ദേവത എന്ന് പറയുന്നത് ഗണപതിയാണ്, സുബ്രഹ്മണ്യൻ, ഭദ്രകാളി. അവർ പ്രത്യേകമായി ആരാധിച്ച് ഭജിച്ച് വഴിപാടുകൾ ചെയ്ത അവർക്ക് നല്ല അനുഭവങ്ങളും ഗുണങ്ങളും വന്നു ചേരും എന്ന് കരുതി ഇതിന് മുന്നേ നമ്മൾ ഏതെങ്കിലും ഒരു ദേവതേനെ ഭജിക്കുകയോ ഉപാസിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാറ്റരുത്. അതും ഇതിനോടൊപ്പം തന്നെ തുടർന്നു പോകണമെന്ന് പ്രത്യേകമായി ഞാൻ പറയുന്നു. അതുപോലെ നമുക്ക് ഈ ജന്മത്തിൽ ഏതെങ്കിലും ദൈവങ്ങളായിട്ട് ഒരു ഇഷ്ടദൈവം എന്ന് പറയില്ല, ഒരു അടുപ്പമുണ്ടെങ്കിൽ അത് മുജ്ജന്മ ബന്ധമാണ്. അത് ഈശ്വരനും നമ്മളുമായിട്ട് മുജ്ജന്മ ബന്ധമാണ്. അതും നിങ്ങൾ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകുക തന്നെ വേണം. ഇനിയിപ്പോൾ എൻ്റെ നാളിലെ ദേവത ഗണപതി, സുബ്രഹ്മണ്യനും ഭദ്രകാളിയാണല്ലോ. ഇനി ഞാൻ അവരെ ഭജിക്കട്ടെ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ട് ഇതുവരെ ആരാധിച്ചവരെ കൈവടിയരുത്. അതും ഇതിനോടൊപ്പം തന്നെ തുടർന്ന് പോകണമെന്ന് പറഞ്ഞു മാത്രം. അപ്പോൾ അവരുടെ അശ്വതി നക്ഷത്രത്തിൻ്റെ ഗണം
ദേവഗണമാണ്. അവർ ദേവഗണത്തിലാണ് അവർ ജനിച്ചിട്ടുള്ളത്. അപ്പോൾ അവർ മനുഷ്യഗണമായി ചേരും. ദേവഗണവും മനുഷ്യഗണവും തമ്മിൽ ചേരും. അതുപോലെ ഇവർ ഗണപതി ഭജനം നടത്തുക, വിനായക ചതുർത്ഥി ദിവസം വ്രതമെടുക്കുക, അശ്വതി ശുഭ വരുന്ന ദിവസം സുബ്രഹ്മണ്യനെ ഭജിക്കുക. മനസ്സിലായല്ലോ? ഗണപതി ഭജനം നടത്തുക നിങ്ങൾ, വിനായക ചതുർത്ഥി ദിവസം നിങ്ങൾ ചതുർത്ഥി വ്രതം എടുക്കുക. അതുപോലെ അശ്വതി ചൊവ്വ വരുന്ന ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പോയി വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് നല്ല ഗുണങ്ങൾ വന്നു ചേരും. നിങ്ങൾക്ക് ഒരു ദേവത ഞാൻ പറഞ്ഞു, ഗണപതി, സുബ്രഹ്മണ്യൻ, ഭദ്രകാളി. എന്നാൽ നിങ്ങൾക്കൊരു വൃക്ഷമുണ്ട്, ഒരു മരമുണ്ട്. നിങ്ങളുടെ നാളിനൊരു മരമുണ്ട്. ആ മരമാണ് കാഞ്ഞരം. നിങ്ങൾ കേട്ട് കാണും. അതിൻ്റെ ഇലയ്ക്കും തൊലിക്കും കായ്ക്കും പൂവിനൊക്കെ കയ്പ്പാണ്. മനസ്സിലായിട്ടുണ്ടോ? അപ്പോൾ ഈ കാഞ്ഞരം മരം നിങ്ങൾ വെട്ടി നശിപ്പിക്കരുത്. ഇതിന് ഈ ഒരു തെയ്യ് വെച്ച് വെള്ളമൊഴിച്ച് വളർത്തി പരിപാലിച്ചു കൊണ്ടിരുന്നത് നിങ്ങൾക്ക് വളരെ നല്ലതാണ്. അങ്ങനെ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ ഈ വൃക്ഷം നശിപ്പിക്കാതെ നോക്കേണ്ടതാണ്. അതുപോലെ നിങ്ങൾക്കൊരു പക്ഷി, നിങ്ങളുടെ പക്ഷി പുള്ളാണ്. പുള്ള് എന്ന് പറയുന്ന ഒരു പക്ഷിയാണ്. നിങ്ങളുടെ മൃഗം കുതിരയാണ്. അതുപോലെ നിങ്ങളുടെ നക്ഷത്രത്തിലെ നിങ്ങളുടെ ദേവൻ അശ്വിനികുമാരന്മാരാണ്, സൂര്യദേവൻ്റെ പുത്രന്മാർ. ദേവന്മാരെയൊക്കെ ഔഷധങ്ങളിൽ രോഗങ്ങളെല്ലാം ചികിത്സിച്ച് മാറ്റുന്ന ഒരു ദേവതമാരാണ് അശ്വിനി കുമാരന്മാർ. അതാണ് നിങ്ങളുടെ നക്ഷത്രത്തിലെ നിങ്ങളുടെ ദേവൻ. പിന്നെ നവഗ്രഹങ്ങളിൽ നിങ്ങൾ ആരാധിക്കേണ്ടത് 9 ഗ്രഹങ്ങളുണ്ടല്ലോ. ഈ ഗ്രഹങ്ങളിൽ നിങ്ങൾ ആരാധിക്കേണ്ടത് കേതുവിനെയാണ്. മനസ്സിലായിട്ടുണ്ടോ? കേതു, അതായത് നവഗ്രഹങ്ങൾ ഇരിക്കുന്ന ക്ഷേത്രത്തിൽ പോയി കേതുവിന് പ്രത്യേക നെയ്വിളക്ക് കത്തിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. നിങ്ങൾക്കൊരു നിറമുണ്ട്. ആ നിറമാണ് ചുവപ്പ്. ആ ചുവപ്പിൽ പെട്ട ഓറഞ്ച്, അങ്ങനെ കടുത്ത ചുവപ്പ്, കടുപ്പം കുറഞ്ഞ ചുവപ്പ്, ആ ചുമപ്പിൽ പെട്ടതായിട്ടുള്ള നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ നിങ്ങൾക്ക് ധരിക്കുന്നത് നല്ല ഒരു ഗുണം നൽകും. എന്ത് കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ ഇത്തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചിറങ്ങിയാൽ അതിന് വിജയമുണ്ടാകും. ഈ വസ്ത്രങ്ങൾ ധാരണ കൊണ്ട് നിങ്ങൾക്ക് നല്ല മാറ്റങ്ങളുണ്ടാകും. നിങ്ങൾക്കൊരു നമ്പറുണ്ട്, ഭാഗ്യം നമ്പർ. ഇപ്പോൾ ചിലവർ കണ്ടിട്ട് മുറി എടുക്കുമ്പോൾ ഭാഗ്യം നമ്പർ നോക്കി എടുക്കും, ലോട്ടറി എടുക്കുമ്പോൾ. മനസ്സിലായിട്ടുണ്ടോ? വീടിൻ്റെ നമ്പർ, അങ്ങനെയൊക്കെ ഫോണിലെ നമ്പർ, ഇതിലൊക്കെ ഭാഗ്യ നമ്പർ നോക്കാറുണ്ട് ചിലവർ. അങ്ങനെ എല്ലാവർക്കും ഉണ്ട് ഒരു ഭാഗ്യ നമ്പർ. അപ്പോൾ നിങ്ങളുടെ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഭാഗ്യ നമ്പർ 7ഉം 9ഉമാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ നമ്പർ, ഭാഗ്യ നമ്പർ ഒരു തുണ്ട് കടലാസിൽ എഴുതിയിട്ട് വിളക്ക് വയ്ക്കുന്ന ഫോട്ടോത്തിൻ്റെ മുന്നിൽ അല്പം മഞ്ഞൾ തൊട്ട് വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഇത് മടക്കി നിങ്ങളുടെ പേഴ്സിൽ വെച്ച് നിങ്ങൾ നടക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. പിന്നെ നിങ്ങൾക്ക് പ്രത്യേക അനുകൂലങ്ങൾ തരുന്ന ദിവസങ്ങളുണ്ട്. നിങ്ങൾക്ക് നല്ല എല്ലാവർക്കും, എല്ലാ നക്ഷത്രത്തിൽ ജനിച്ചവർക്കും. അപ്പോൾ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് ഞായർ, ചൊവ്വ, വ്യാഴം, ശനി. ഈ 4 ദിവസങ്ങളിൽ നിങ്ങൾക്ക് നല്ല അനുകൂലങ്ങളാണ്. എന്തെങ്കിലും നടക്കാത്ത കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും നടത്താനുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ ഈ ദിവസങ്ങൾ നോക്കി പോകുന്നത് നിങ്ങൾക്ക് വിജയമുണ്ടാകും. അതുപോലെ പിന്നെ നമുക്ക് കല്ലുകൾ, അതായത് നവരത്ന കല്ലുകളുണ്ടല്ലോ. ഈ കല്ലിൽ നമ്മുടെ അശ്വതി ആൾക്കാർക്ക് ധരിക്കേണ്ട കല്ലെന്ന് പറയുന്നത് വൈദൂര്യമാണ്. മനസ്സിലായോ? വൈദൂര്യം ധരിക്കുക. അപ്പോൾ അശ്വതി നക്ഷത്രക്കാർ അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങളൊക്കെ ഞാൻ പറഞ്ഞു എന്ന് ഞാൻ കരുതുന്നു. ഇതെല്ലാം നിങ്ങൾ എഴുതി പഠിച്ച് വയ്ക്കുക. അപ്പോൾ അടുത്തത് നമുക്ക് അടുത്ത അശ്വതി കഴിഞ്ഞാൽ ഇനി ഭരണി. അടുത്തത് നമുക്ക് ഭരണി നക്ഷത്രക്കാരെ കുറിച്ചുള്ളതായിരിക്കും അടുത്ത എപ്പിസോഡ്. എല്ലാവരും കാണുക.
പുതിയൊരു വീഡിയോയിൽ വരുന്നവരെല്ലാവരും സന്തോഷമായി.